നമ്മളെക്കാൾ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ചൈനയ്ക്ക് പോലും ഇന്നും ഒരു യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ പൂർണ്ണമായിട്ടും നിർമ്മിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ മേഖലയിൽ നമുക്ക് പരിമിതിയുണ്ട്. അതിനെയൊക്കെ മറികടക്കാൻ ഈ തേജസ് MK1A എന്ന് പറയുന്ന യുദ്ധവിമാനത്തിലൂടെ സാധിക്കും. നമ്മൾ 68 ഒറ്റ സീറ്റ് വിമാനവും 29 ഇരട്ട സീറ്റ് വിമാനവുമാണ് ഈ തേജസ് ശ്രേണിയിൽ നിർമ്മിക്കുന്നത്. 97 യുദ്ധവിമാനങ്ങളും ഏതാണ്ട് 6 വർഷത്തിനുള്ളിൽ നിർമ്മിച്ച് നൽകുമെന്ന് പറയുന്നു. അപ്പോൾ ഈ വർഷം അവസാനത്തോടുകൂടി 4 തേജസ് യുദ്ധവിമാനങ്ങൾക്കുള്ള F404 എന്ന് പറയുന്ന എഞ്ചിൻ എത്തിച്ചേരും. അതോടുകൂടി നമ്മുടെ പ്രൊഡക്ഷൻ കൂടുതൽ മെച്ചപ്പെടും. എന്തായാലും വ്യോമ പ്രതിരോധം വർദ്ധിപ്പിക്കാനായിട്ട്, അതുപോലെ തന്നെ ചാരവൃത്തിക്ക്, ആക്രമണത്തിന് ഇതിനുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഈ MK1A എന്ന് പറയുന്ന തേജസ് യുദ്ധവിമാനത്തിലുണ്ട്. 2000 കിലോമീറ്ററാണ് ഒരു മണിക്കൂറിൽ ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത്. അപ്പം പോരാട്ട പ്രകടനം, പ്രവർത്തന വഴക്കം എന്നിവയിൽ മികവ് പ്രകടിപ്പിക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച നമ്മുടെ യുദ്ധവിമാനത്തിന് സാധിക്കും. അപ്പോൾ ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച യുദ്ധവിമാനത്തേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തദ്ദേശീയമായി നിർമ്മിച്ച നമുക്ക് ഇപ്പോൾ ഈ തേജസിലുണ്ട്. അതായത് റഫേൽ യുദ്ധവിമാനത്തേക്കാൾ ഒരു പടി മുന്നിലാണ് നമ്മുടെ തേജസ് MK1A എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.